2000-ൽ പൂട്ടിയ പീരുമേട് ടീ കമ്പനി നീണ്ടനാളത്തെ സമരങ്ങളെ തുടർന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 19-നായിരുന്നു. എന്നാൽ തുറന്ന് പ്രവർത്തിക്കാൻ തൊഴിലാളികളുമായി ഉണ്ടാക്കിയ കരാറിൽ CATU യൂണിയൻ ഒപ്പുവച്ചിരുന്നില്ല. കരാർ സുതാര്യമല്ല എന്ന കാരണം പറഞ്ഞായിരുന്നു ഇത്. CATU ഒഴിച്ചുള്ള തൊഴിലാളി സംഘടനകൾ തോട്ടത്തിൽ പണിക്കിറങ്ങി. അന്നുമുതൽ CATU സമരരംഗത്താണ്. കഴിഞ്ഞ ദിവസം കൊളുന്തുമായി പോയ വാഹനം CATU തടയുകയും കൊളുന്ത് നശിപ്പിക്കുകയും ചെയ്തു എന്നാരോപിച്ച് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ചിരുന്നു. CPI-യും AITUC-യും CATU-വിന്റെ സമരത്തെ തള്ളിപ്പറഞ്ഞതോടെ അവയ്ക്ക് മറുപടി നൽകാൻ CATU MM മണിയെ തന്നെ രംഗത്തിറക്കി. തങ്ങളുയർത്തിയ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും അതിന്റെ രൂപം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിൽ ആൻഡ് എസ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് TS ബിനുവാണ് അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്നത്. ഇവിടെ തോട്ടം അടയ്ക്കുമ്പോൾ 1200 തൊഴിലാളികൾ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇപ്പോൾ പെൻഷനായി. അവർക്ക് ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം ലഭിക്കേണ്ട 4,85,00,000 രൂപയുണ്ട്. ആ 4,85,00,000 രൂപയെപ്പറ്റി ഉടമയും ഈ കരാറിൽ ഒപ്പിട്ട മറ്റ് യൂണിയൻകാരും ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ CATU-വിനൊപ്പം CPM-ഉം അണിചേരുന്നതോടെ തോട്ടം മേഖല സംഘർഷഭരിതമാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഒപ്പം CPI-CPM പോര് സംഘർഷത്തിൽ കലാശിക്കുമോ എന്ന ഭയവും പങ്കുവയ്ക്കുന്നു. ബിജു തറയിൽ, മീഡിയ 1 ഇടുക്കി.